കുറച്ച് മാതള നാരങ്ങ മേടിച്ചുകൊണ്ട് വന്നെല്ലാം പൊട്ടിച്ചെടുത്തു. അതെല്ലാം എടുത്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് നോക്കിയപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു ഗൈസ്. അപ്പം ഞാൻ പിന്നെ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരിയിട്ടും ഒക്കെ നോക്കി നിന്നു കറണ്ട് വരട്ടെന്ന് കരുതി. അപ്പോൾ കറണ്ട് വരുന്ന ഒരു ലക്ഷണവും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ ഉപയോഗിച്ച് ഞാനത് ജ്യൂസാക്കി. ഞാനിതൊരു പാത്രത്തിനകത്തേക്ക് കുടഞ്ഞിട്ടു. കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി എടുത്തു. അതിൻ്റെ സത്തെല്ലാം ഞാൻ ഞെരടി ഊറ്റിയെടുത്തു. എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് അരിച്ചൊഴിച്ചു. അപ്പോൾ പാല് വേണ്ട, പഞ്ചസാര വേണ്ട, നമുക്ക് ഒറിജിനൽ ജ്യൂസ് കുടിക്കാം. പിന്നെ ഇതിൻ്റെ അരിയോടുകൂടി മിക്സിയിൽ അടിച്ച് കഴിയുമ്പം ഇതിൻ്റെ ഒരു കവർപ്പുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു കവർപ്പും ഇല്ല, നല്ല സൂപ്പറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മിക്സിയിൽ അടിക്കുന്നതിൽ നല്ല ജ്യൂസുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചു. അപ്പോൾ ഇതിൻ്റെ അരി വരുന്നത് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, പാവി കിളിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ തൈ വെച്ച് നടുകയും ചെയ്യാം. പിന്നെ ഞാനത് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പഴുത്ത ചക്ക കൂടി കിട്ടി. അപ്പോൾ ഞാനത് കൂടി ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.